ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് നമ്മളെത്തിക്കുന്ന ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു കുഞ്ഞ് പൂച്ച ഉണ്ടായിരുന്നു. പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അത് ഇപ്പോൾ പ്രസവിച്ചു. 4 കുഞ്ഞു കുറുമ്പന്മാർ എന്ന് പറയാനില്ല, 4 കുഞ്ഞു പിള്ളേരാടി ഉണ്ട്. അപ്പം അത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ഫേസ് റിവീൽ ചെയ്തിട്ട് മര്യാദക്ക് വീഡിയോ ഇട്ടിട്ട് കുറേ ആയി. ഇനി തൊട്ട് കിഡിലം പോലത്തെ വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. പിന്നെ എൻ്റെ മെമ്മറി കാർഡ് പ്രോബ്ലം ഉണ്ടായിന്. അപ്പോൾ അതായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ പോയി. ഞാനിപ്പോൾ എൻ്റെ എൻ്റെ വീട്ടിൽ കിച്ചണിലാണുള്ളത്. വർക്ക് ഏരിയയിലാണ് ഉള്ളത്. അടുക്കള പുറത്ത് പൂച്ച കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. ഞാൻ അങ്ങോട്ട് കയറിയാൽ അതിൻ്റെ അമ്മ പൂച്ച കരഞ്ഞ് ബഹളാക്കും ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വീടിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. വരുമ്പോൾ തന്നെ ഉള്ളിൽ കയറാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പൂച്ചയാണ്. ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞുങ്ങളെ അമ്മ പൂച്ച. ഇതൊന്നും കണ്ടില്ല. ഇങ്ങോട്ടൊക്കെ ഇവിടെ കുറച്ച് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. ഇതെവിടെയാണ് നോക്കുന്നത്? ഇതെവിടെയാണ് പോകുന്നത് ഗൈസ്? വേറെ പൂച്ചയായിട്ടുണ്ടോ എന്ന് നമുക്ക് ഇതിൻ്റെ ഒപ്പം നോക്കാം. ഇത് അങ്ങോട്ടേക്കാണ് നോക്കുന്നത്, പക്ഷെ അതൊന്നുമില്ല. ഇയാൾക്ക് പ്രാന്ത ഗൈസ്. നോക്കുക, എൻ്റെ സൈക്കിളിൽ ഉന്തി ഇടുവോ ഗൈസ്? എന്തോ കണ്ടിട്ടുണ്ട്. ഇതിലൊന്നും ആയിരിക്കും വേണ്ട. അപ്പോളെ അതിനാണ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഏരിയ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. 4 പിള്ളേർ ഗൈസ്. ഒരാളെ പേടിച്ച് ഓടുന്നുണ്ട്. ഒരാളടിച്ച് വീണിരിക്കുകയാണ്. അവിടെ വീണിട്ടുണ്ട്. അത് വലിയ പ്രശ്നമൊന്നുമല്ല അവർക്ക്. ഒരാളിവിടെ കിടിലം പോലെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. ആരും കാണാണ്ട് താച്ച് ഇറങ്ങുന്നുണ്ട്. വേറെ ആൾ വീഡിയോ ഇറങ്ങുന്നുണ്ട്. ഉറങ്ങിയിട്ടില്ല, എണീച്ചിട്ട് തന്നെയാണ് ഉള്ളത്. ഉറക്കാണ്. മറ്റേ ആളതാ, ഒരാൾ ആടിയുണ്ട്, ഒരാൾ തായിലുമുണ്ട്. ഇതാ ഹലോ. ഇയാൾ നല്ല കിടിലം പോലെ ഉറക്കാട്ടോ, ഒന്നും ചെയ്യാൻ പോലെ. അപ്പോൾ ഇത് എങ്ങനെയാണ് മുകളിൽ കയറുന്ന ഞാൻ പറഞ്ഞുതരാം. ആദ്യം സ്റ്റെപ്പ് പോയി ഇവിടെ പോവും. ഇതിലേക്ക് കൂടെ പോയി ആടത്ത് മുകളിൽ തുള്ളി കയറും. കൂട്ടം കൂടി കിടക്കും. അതാണ് ഇവരെ പരിപാടി. അപ്പോൾ ഇവരെല്ലാം എൻ്റെ കുഞ്ഞു പൂച്ചകൾ. 2 വൈറ്റ് ഉണ്ട്, പിന്നെ 2 കിട്ടി. ഇയാളെ കിട്ടിയിട്ട് എത്ര കാലമായി എന്നറിയാം. കിട്ടൂല, ഭയങ്കര ജാടയാണ്. ഇതിനും അതിനും തുമ്മിയതാ ഗൈസ്, പേടിക്കണ്ട. മറ്റയാളെ വാല് പിടിച്ച് വലിക്കുന്ന ഐഷ് സബാഷ്. ഇയാളിപ്പോൾ ഉറക്കത്തിൻ്റെ മൂടാണ്. ഉറക്കത്തിൻ്റെ മൂഡിലാണ് ഗൈസ് എല്ലാവരും. കണ്ടോ ഗൈസ്? ബാക്ക്ഗ്രൗണ്ടിലൊരു ബുള്ളറ്റിൻ്റെ സൗണ്ട് ഉണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണ്ട. ഇയാളിതാ ചെറിയ ഉറക്കമുണ്ട്. ഒരാളിപ്പോൾ മുകളിൽ കയറി, എന്നിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ ഇറങ്ങി. കിട്ടി. ഇനി അത്ര കാലമായിട്ട് ഇതിൻ്റെ ഒന്നിൻ്റെ കാര്യമുണ്ടോ, ചെറുങ്ങനെ കളറുണ്ട്. മറ്റേതിൻ്റെ കാലിലാണെങ്കിൽ വൈറ്റ് തന്നെയാണ്. നേരെയാകട്ടെ. ഓക്കെ, ഇയാൾ പാവാട്ടോ, ഒന്നും ചെയ്യൂല. ഇടയ്ക്കൊരു കുസൃതി ഉണ്ടാവും. ഇതും അതും അത് ചീറ്റും കഴിച്ചു അതിനൊക്കെ ഉണ്ട്. അതാണ് പ്രശ്നം അതിൻ്റെ. പക്ഷെ ഇത് പാവാണ്, കുഞ്ഞു പൂച്ചയാണ്. പിന്നെ അവർ രണ്ടാളും അടികൂടും, ഇവർ രണ്ടാളും അടികൂടും. അങ്ങനെയാണ് അടികൂടുന്ന് പോകുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടും. എൻ്റെ സംസാരിക്കുന്ന ഒച്ച അടിച്ച് ഒരാളതാ അവിടെ നോക്കുന്നുണ്ട്. ഈ ചെറിയ പീസാണ് കഴിച്ച് ഈ 4 എണ്ണത്തിൻ്റെയും തള്ള അല്ലേ? മാന്താ നോക്കുന്ന കുരുപ്പേ. എൻ്റെ അമ്മ വന്നേരം പൊട്ടുന്നാണ്ട് ഇതിൻ്റെ ഒരു തുള്ളയാണ്. എന്തെങ്കിലും മീനായിട്ട് ഒന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. ഇടക്കിടത്താണ്. നമുക്ക് ഏം ചെയ്യാം. അതാരുടെ ഒരു പ്രോപ്പർട്ടി ഗൈസ്. അടിയാട്ടോ, മുട്ടനടിയാണ് ഈ കുഞ്ഞ് ഏരിയയിൽ. ഈ കുഞ്ഞിനത് വീട് ഉറങ്ങേണ്ട കളിയുമുണ്ട്. നമുക്ക് ഇയാളെ അങ്ങ് എടുക്കാം കേട്ടോ ഗൈസ്. എന്നിട്ട് തുള്ളല്ല മോനെ ചക്കരവാവേ ഗൈസ്. മെയിനായിട്ട് ഞങ്ങൾക്ക് പൊടി ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഇത് നമുക്ക് കിട്ടിയ കൈനെ കൊണ്ട് പിടിച്ച് കടിക്കും, അല്ലെങ്കിൽ നക്കി വൃത്തിയാക്കി കൊടുക്കും. അപ്പോൾ ആവാന്ന് ഇപ്പോൾ തുള്ളി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പൂച്ചനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മഹാപോക്കാണ് സത്യം പറഞ്ഞാൽ. അതിൻ്റെ അമ്മ പൂച്ചയും പിന്നെ 2 ബ്ലാക്കും മഹാപോക്കാണ്. എനിക്ക് ഭയങ്കര എന്നോട് അമ്മ പൂച്ചക്ക് പേടിയില്ല.
അത് രണ്ട് ബ്ലാക്കിൽ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഗൈസ്, ഭയങ്കര പേടിയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രമാത്രമാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.